നീലേശ്വരത്തിന്റെ ചരിത്രസാക്ഷിയായി ആലയിൽ ഫ്രഞ്ച് നിർമ്മിത പീരങ്കി. നീലേശ്വരം കാരിമൂലയിലെ PV രവിയുടെ ആലയിലാണ് അടങ്കല്ലായി പീരങ്കി ഉപയോഗിക്കുന്നത്. ബിന്ദു ജ്വല്ലറി, കാസർഗോഡ്. ഗോൾഡ്, ഡയമണ്ട്, ബേർസ്റ്റോൺ, സിൽവർ 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ്. കാരിമൂലയിലെ PP രവിയുടെ ആലയിൽ ഉലയുടെ സഹായത്താൽ കനലിൽ നിന്നും ചുട്ടുപഴുപ്പിച്ചെടുത്ത ഇരുമ്പ് ചുറ്റിക കൊണ്ടടിച്ച് പണിയായുധങ്ങളാക്കി മാറ്റുന്ന അടങ്കല്ല് പറയുന്നത് നീലേശ്വരം രാജവംശത്തിന്റെ ചരിത്രം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പീരങ്കിയാണ് അടങ്കല്ലായി ഉപയോഗിച്ചു വരുന്നത്. മൂളികുളത്തിനടുത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ വർഷങ്ങളോളം കിടന്ന പീരങ്കി 80 വർഷങ്ങൾക്ക് മുമ്പ് പാരമ്പര്യമായി കൊല്ലപ്പണിയെടുക്കുന്ന PP രവിയുടെ പിതാവ് പുതിയപുരയിൽ കുഞ്ഞിരാമന്റെ പിതാവിന് ആലയിൽ ഉപയോഗിക്കുന്നതിനായി നാടുവാഴി നൽകിയെന്നാണ് വിശ്വസിച്ചു വരുന്നത്. മുമ്പ് തന്നെ ഇത് ആട് എത്തിച്ചെന്നാ പറയുന്നത്. നമുക്കറിയില്ല, പാരമ്പര്യമായിട്ട് കിട്ടിയ ഒരു സ്വത്താണ്. അച്ഛൻ്റെ അറിയില്ല, എത്രയോ വർഷം മുമ്പ് അവർക്ക് അച്ഛനെ അറിയും. ഒരു 3 തലമുറക്ക് അപ്പുറത്ത് ഈ സ്ഥാനം ഉണ്ടാകുന്ന മുതലേ സംരക്ഷണം വരുന്നതാണ്. കാലങ്ങളായി കാരിമൂല പടാർക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിനടുത്തുള്ള ആലയിൽ അടങ്കല്ലായി ഉപയോഗിച്ചു വന്ന പീരങ്കി ഈ അടുത്താണ് പുതിയതായി നിർമ്മിച്ച ആലയിലേക്ക് മാറ്റിയത്. പ്രശസ്ത തെയ്യം കലാകാരൻ കേളുപ്പണിക്കർ രചിച്ച് കഴിഞ്ഞ മാസം പ്രകാശനം ചെയ്ത കനൽ വഴികൾ താണ്ടിയ ജീവിതം എന്ന ഗ്രന്ഥത്തിൽ നിന്നും പീരങ്കിയെക്കുറിച്ചറിഞ്ഞ ചരിത്രാധ്യാപകനായ ജയചന്ദ്രൻ ചാമക്കുഴി കാഞ്ഞങ്ങാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ചരിത്ര വിഭാഗം അധ്യാപകൻ ഡോക്ടർ നന്ദകുമാർ കോറോത്തിനെ വിവരമറിയിച്ചിരുന്നു. അദ്ദേഹം പിന്നീട് സ്ഥലം സന്ദർശിക്കുകയും ഫ്രഞ്ച് ഗ്രന്ഥത്തിലുള്ള പരാമർശത്തെക്കുറിച്ചും ഫ്രഞ്ച് നിർമ്മിതിയോടുള്ള സാമ്യതയെക്കുറിച്ചും പ്രദേശവാസികളോട് പങ്കുവയ്ക്കുകയും ചെയ്തു. കാരിമൂലയിലെ ഇരുമ്പുശാലയിൽ അടക്കലായിട്ട് ഉപയോഗിക്കുന്നത് പീരങ്കിയാണ് എന്ന ഒരു തിരിച്ചറിവാണ് അവിടെ സന്ദർശിച്ചപ്പോൾ നമുക്കുണ്ടായത്. മുമ്പ് തന്നെ പരാമർശിക്കപ്പെടുന്ന ഫ്രഞ്ചുകാരുടെ ഒരു പീരങ്കി യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് 3-ാം കൂർ രാജാവ് 1986 പിടിച്ചടക്കിയായിട്ട് ചരിത്രരേഖയുടെ പരാമർശമുണ്ട്. അന്നവിടെ ഉപേക്ഷിക്കപ്പെട്ട പീരങ്കിയാണ് വർഷങ്ങൾക്ക് ശേഷം ഇന്നിവിടെ കൊല്ലപ്പണിയെടുക്കുന്ന PP രവിയുടെ അച്ഛൻ കുഞ്ഞിരാമൻ എന്ന വ്യക്തിയുടെ അച്ഛൻ്റെ നാടുവാഴി സമ്മാനിച്ചതായിട്ട് പറയപ്പെടുന്നത്. അന്ന് അവിടെ ലഭ്യമായ ആ ഒരു പീരങ്കിയാണ് ഇന്നും അടക്കല്ലായിട്ട് ചുട്ടുപൊളിപ്പിച്ച ഇരുമ്പ് രൂപങ്ങളാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് അടിച്ചു രൂപം വരുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. 1757 നീലേശ്വരം സന്ദർശിച്ച രാമന്തളിയിലെ ഫ്രഞ്ച് കമാൻഡറുടെ സഹോദരൻ ആൻക്വിറ്റിൽ ഡുപേറൻ 1771 ഫ്രഞ്ച് ഭാഷയിൽ എഴുതിയ സെന്റ് അവസ്ഥയുടെ ആദ്യ യൂറോപ്യൻ പരിഭാഷാ ഗ്രന്ഥത്തിൽ 13 പേജുകളിലായാണ് നീലേശ്വരത്തെക്കുറിച്ചുള്ള വിവരണങ്ങളുള്ളത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.